പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ പറ്റിയാണ്. അതിലേറ്റവും പ്രധാനം, എല്ലാവരും ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസത്തിൽ വ്യായാമം ചെയ്തിരിക്കണം. കുറച്ച് അധ്വാനം, വ്യായാമം, ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് കരുത്ത് തരും. ശാരീരിക മാനസിക ആരോഗ്യങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായുള്ള ഘടകമാണത്. ഏത് വ്യായാമം തിരഞ്ഞെടുക്കണം എന്നാണെങ്കിൽ നമ്മുടെ പ്രായം, ആരോഗ്യാവസ്ഥ, അസുഖങ്ങൾ, ശാരീരികാവസ്ഥകൾ ഇതൊക്കെ കണക്കിലെടുത്ത് വേണം ആരോഗ്യം തിരഞ്ഞെടുക്കാൻ. കുട്ടികൾ, വൃദ്ധർ, ഗർഭിണികൾ, പ്രായം ചെന്നവർ, രോഗമുള്ളവർ, ഇവർക്കൊക്കെ ഓരോ അവസ്ഥയിലും തിരഞ്ഞെടുക്കേണ്ട വ്യായാമങ്ങളെ പറ്റി വിദഗ്ധരും ഡോക്ടറോടൊക്കെ ആലോചിച്ച് വേണം വ്യായാമം ചെയ്യാൻ. ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സാധാരണ കളികളൊക്കെ മതി. അവർ ഓടുക, ചാടുക, സൈക്കിൾ ചവിട്ടുക, ഇങ്ങനെയുള്ള കളികൾ 1 മണിക്കൂറൊക്കെ ചെയ്യാം. അത് തന്നെ ധാരാളം. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, കൗമാരക്കാർ, യൗവന ആരംഭത്തിലുള്ളവരൊക്കെ കളികളൊക്കെ തുടരണം. അതുകൂടാതെ കായിക വിനോദങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം. അവരുടെ പ്രതിഭകളൊക്കെ സ്പോർട്സിൽ, കളികളൊക്കെ ഉള്ളത് വളർത്താനുള്ള സമയമാണ്. ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, അങ്ങനെയുള്ള കളികളിലൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ കരാട്ടെ, ജിംനേഷ്യം, കളരി, ഇതൊക്കെ അഭ്യസിക്കുക. പേശികളും അതുപോലെ അവരുടെ പേശികളും എല്ലുകളൊക്കെ വളർന്ന് നല്ല വളർച്ച കിട്ടേണ്ട പ്രായമാണത്. അതുകൊണ്ട് ഇങ്ങനെ ഈ കായിക വിനോദങ്ങൾക്ക്, കരാട്ടെ പോലെയുള്ള അഭ്യാസങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ട പ്രായമാണ്. കുറച്ച് മധ്യവയസ്കരായ ആൾക്കാരൊക്കെ, കുറച്ച് പ്രായം ചെന്നവരൊക്കെ ആണെങ്കിൽ അവർ ചെറുപ്പത്തിലെ പഠിച്ച വ്യായാമ രീതികൾ തുടരുന്നതാണ് നല്ലത്. ഇനി അതല്ല, 40-50 വയസ്സൊക്കെ ആയി അവർക്ക് വ്യായാമങ്ങളൊന്നും ചെയ്ത് ശീലമില്ല. ആ സമയത്ത് അവർ ചെയ്യേണ്ടത്, അവരുടെ ശരീരമൊക്കെ റിജിഡായിരിക്കും. കുറച്ച് ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന വ്യായാമങ്ങളൊക്കെ പരിശീലിച്ചതിന് ശേഷം വേണം യോഗ, നടപ്പ്, മറ്റു വ്യായാമ രീതികളിലേക്കൊക്കെ തിരിയാൻ. അതിന് കാല് തൊട്ട് തല വരെ ഉള്ള ജോയിൻറ്റുകൾ, പേശികളൊക്കെ അഴിവ് കിട്ടുന്ന രീതിയിലുള്ള ശിഥിലീകരണക്രിയ, ചെറിയ ചെറിയ വ്യായാമങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോയിൻസിനൊക്കെ വഴക്കം കിട്ടുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്ത് അവർ ശരീരം മൊത്തം ഒന്ന് വഴക്കം ഉണ്ടാക്കി എടുത്തിട്ട് വേണം മറ്റു വ്യായാമ രീതികളിലേക്ക് കിടക്കാൻ. അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഉൾവശത്തും പുറത്തൊക്കെ ചെറിയ പരിക്കുകളൊക്കെ വരാനും വേദനകളൊക്കെ കൂടിയിട്ട് വ്യായാമം തുടക്കത്തിൽ തന്നെ നിന്ന് പോകാനും സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ചോളം ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂറൊക്കെ ചെയ്യാം. ഒരു പാക്കേജായിട്ട് കുറച്ച് സമയം ഫ്ലെക്സിബിലിറ്റി കിട്ടാനുള്ള വ്യായാമങ്ങൾ ഒരു 15 മിനിറ്റെങ്കിലും ചെയ്യുക. അരമണിക്കൂർ യോഗ ചെയ്യുക, ബാക്കി ഒരു 15 മിനിറ്റെങ്കിലും നടക്കുക. അങ്ങനെ 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. അങ്ങനെ ആരോഗ്യത്തിന് നിലനിർത്താൻ, അസുഖത്തിനെ കുറച്ച് കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കി അവർ മുന്നോട്ട് പോവുക. അതോടൊപ്പം നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഹാര ക്രമീകരണം. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രായം, രോഗങ്ങൾ, ശാരീരിക അവസ്ഥകളൊക്കെ കണക്കിലെടുത്ത് ആഹാരം ക്രമീകരിക്കുക. ചിലർക്ക് 3 നേരം കഴിച്ചാൽ മതി. പക്ഷേ ഗർഭിണികളായിരിക്കുന്നവർക്കും പ്രായം ചെന്നവർക്കും രോഗാവസ്ഥയിലുള്ളവർക്കൊക്കെ ഡോക്ടറുടെയൊക്കെ ആലോചിച്ച് 5-6 തവണകളായിട്ട് ഡിവൈഡ് ചെയ്ത് ആഹാരം കഴിക്കണം. പോഷകഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. രോഗാവസ്ഥ അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും, ചിലതൊക്കെ കൂട്ടിച്ചേർക്കേണ്ടി വരും. അതൊക്കെ ഡോക്ടറായിട്ട് ആലോചിച്ച് വേണം ചെയ്യാൻ.
അതിൽ പോഷകഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും തവിട് കളയാത്ത ധാന്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. കുറച്ച് നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മാംസങ്ങളൊക്കെ കഴിക്കുന്നവർക്ക് ഇതൊക്കെ ആവശ്യത്തിന് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വെള്ളം ഭക്ഷണത്തോടൊപ്പം കഴിക്കരുത്. അത്യാവശ്യമാണെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി, മോരും വെള്ളം, രസം ഇതൊക്കെ കുറേശ്ശെ കഴിക്കാം. അത് ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം അടുത്ത ഭക്ഷണത്തിന് അരമണിക്കൂറിന് മുമ്പ് ഉള്ള ഇടവേളകളിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. പഞ്ചസാര, മൈദ, ഉപ്പ്, അതുപോലെ തന്നെ പൊറോട്ട പോലുള്ള സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, വറുത്തത്, പൊരിച്ചത്, അച്ചാറ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ചായ, കാപ്പി, ഇതൊക്കെ ഉപയോഗം പരിമിതപ്പെടുത്തണം. തീരെ ഉപേക്ഷിക്കണം എന്നല്ല, അത്യാവശ്യത്തിന് ഉപയോഗിക്കാം. കൂടുതലായാൽ അത് ദോഷം ചെയ്യും. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ രുചി കൂട്ടാനും ഭംഗി കൂട്ടാനൊക്കെ പലതരം കൃത്രിമ വസ്തുക്കൾ ചേർത്ത ബേക്കറി, ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട ചില ഭക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം. അതൊക്കെ പലപ്പോഴും മരണത്തിന് വരെ ഇടയാക്കിയ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അത്തരം ഭക്ഷണങ്ങളൊക്കെ തീരെ ഉപേക്ഷിക്കുക. ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത്, പോഷകഘടകങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന ഭക്ഷണം ചെറു ചൂടോടുകൂടി മിതമായ രീതിയിൽ കഴിക്കുക. ആവശ്യത്തിന് സമയക്രമമൊക്കെ പാലിക്കുക ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ ചെയ്താൽ നമുക്ക് വ്യായാമം, ഭക്ഷണ ക്രമീകരണം ഉണ്ടെങ്കിൽ തന്നെ ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അടുത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ചിട്ടയായ ജീവിത രീതി പിന്തുടരണം. അതിൽ ഏറ്റവും പ്രധാനം ഉറക്കം. 7-8 മണിക്കൂർ നമ്മൾ ഉറങ്ങുക. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഏറ്റവും നല്ലത്. ഒരു 9:30-ക്കൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് 4:30-5 മണിക്കൊക്കെ എണീൽക്കാം. ഈ സമയക്രമം പാലിക്കുക. വ്യക്തി ശുചിത്വം, കുളിക്കൽ, പല്ല് തേക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ സമയക്രമം അനുസരിച്ച് ചെയ്യുക. ജോലിയിലും വിശ്രമത്തിലും ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരിക. പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനെ കാർന്നു ഒരു പ്രശ്നമാണിത്. കമ്പ്യൂട്ടർ വർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾ 1 മണിക്കൂറൊക്കെ അത് ചെയ്തതിന് ശേഷം 5 മിനിറ്റെങ്കിലും വിശ്രമം എടുക്കുക. പുറത്തേക്ക് പോവുക, കണ്ണ് അകലേക്കൊക്കെ ഒന്ന് നോക്കുക, വൃക്ഷത്തലപ്പുകളിലൊക്കെ നോക്കുക, സ്വല്പം നടക്കുക. ഒന്ന് റീഫ്രഷായിട്ട് വീണ്ടും ജോലി ചെയ്യുമ്പോൾ കാര്യക്ഷമത കൂടും. ആരോഗ്യത്തിനെ അത് ബാധിക്കാതിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു സമയക്രമം, അടുക്കും ചിട്ടയും കൊണ്ടുവരിക. പിന്നെ അടുത്ത കാര്യം, 4ാമത്തെ കാര്യം, നമ്മൾ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അമിതമായ മദ്യപാനം, പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ലഹരി മരുന്നുകൾ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്, പാടെ ഉപേക്ഷിക്കുക. അതുപോലെ ഒരു ദിശയിലാണ് നമ്മൾ സ്വയം ചികിത്സ, അമിതമായിട്ട് വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അത് ഉപേക്ഷിക്കണം. മൊബൈല്, കമ്പ്യൂട്ടർ, TV ഇവയുടെയൊക്കെ ഉപയോഗം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് 2 മണിക്കൂർ മുമ്പാട് നിർത്തിവെക്കുക. ബാക്കിയുള്ള സമയം കുറച്ച് എൻജോയ്മെൻറ്റ്, പ്രാർത്ഥന, കുടുംബാംഗങ്ങളായിട്ട് സംസാരിക്കാൻ ഉപയോഗിക്കുക. 5ാമതായിട്ട് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം മാനസിക ഉല്ലാസത്തിന് കുറച്ച് സമയം കൂടുതൽ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബാംഗങ്ങളോടൊക്കെ ഒന്ന് തുറന്ന് ഒരു ചിരിച്ച് കളിച്ച് സംസാരിച്ച് കുറച്ച് നേരം നല്ല ബുക്കുകളൊക്കെ വായിക്കുക, സംഗീതം, പാട്ടൊക്കെ ആസ്വദിക്കുക. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുക, അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. എഴുത്ത്, വായന, ചിത്രരചന, അങ്ങനെയുള്ള കലാകളൊക്കെ
എല്ലാവർക്കും എന്തെങ്കിലും കഴിവുകളുണ്ടാവും. അതിൽ പരിപോഷിക്കാൻ ശ്രമിക്കുക, മനസ്സിന് സ്വസ്ഥത കിട്ടും. നമ്മുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും പഴയ അധ്യാപകരെയും ഒക്കെ അടുത്തുള്ള കിടപ്പ് രോഗികളൊക്കെ ഇടയ്ക്ക് സന്ദർശിക്കുക. പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വയലുകളിൽ, പുഴകളിൽ, കടൽ, കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് നടന്ന് റീഫ്രഷ് ആവുക. ദേവാലയങ്ങളിൽ പോവുക, ശാന്തത, സ്വസ്ഥത അനുഭവിക്കുക, പ്രാർത്ഥിക്കുക. കുറച്ച് വ്യായാമത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ധ്യാനം, പ്രാണായാമമൊക്കെ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും. പിന്നെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് നമ്മൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക. പൊതു ഇടങ്ങളിൽ പോവുക. ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന വായനശാല പോലെയുള്ള ക്ലബ്ബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ കുറച്ച് സമയമൊക്കെ കണ്ടെത്തുക. ആരെങ്കിലുമൊക്കെ കുറച്ച് സഹായിക്കുക. വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നവർക്ക് വായിക്കാനായിട്ട് പുസ്തകങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. അവരെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിലൊക്കെ കുറച്ച് വർക്ക് ചെയ്യുക. ചെറിയ ചെറിയ സഹായങ്ങൾ സമൂഹത്തിന് ചെയ്യുക, നമുക്ക് കഴിയുന്ന ചെറിയ സഹായങ്ങൾ. ഇതൊക്കെ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് പുറമെ നമ്മുടെ സാമൂഹിക ആരോഗ്യം കൂടി മെച്ചപ്പെടുത്തും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊള്ളുക, നല്ല ആഹാരങ്ങൾ കഴിക്കുക, വ്യായാമം ചെയ്യുക, കുറച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക, അധ്വാനിക്കുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് സന്തോഷം, സമാധാനം ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂട്ടും. അതിന് വേറെ വഴിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമുള്ള അതിനുള്ള ഉത്തരം. വേറെ കുറുക്ക് വഴികൾ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പാലിച്ച് ആരോഗ്യത്തിനെ പരീക്ഷിക്കണം. ഞാൻ ചുരുങ്ങിയ വാക്കുകളിലാണ് ഇതൊക്കെ വിശദീകരിച്ചത്. തുടർന്ന് ഈ 5 കാര്യങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ബി പോസിറ്റീവ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് ലൈക്ക് ചെയ്ത് ഒരുമിച്ച് നിന്നാൽ പഠനം, വളർച്ച ഇതിനൊക്കെ അറിയാലോ. പഠനമാണ് നമ്മളെ വളർത്തുന്നത്. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.